ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ യശോദാ ശിശു എന്ന കവിത. നെറ്റിത്തടം തന്നിൽ വിയർപ്പിലൊട്ടി പറ്റുന്ന പീലിക്കുഴൽ മെല്ലെ മാടി കറ്റക്കിടാവിൻ്റെ വലച്ചിലെല്ലാം മാറ്റുന്ന ഗോപീമണിയെ തൊഴുന്നേൻ. കറ്റക്കിടാവാം കടലൊത്ത വർണ്ണൻ മുറ്റത്തു വെയിലത്തു കളിച്ചിടുമ്പോൾ നെറ്റിക്കു പറ്റുന്ന വിയർപ്പു വീശി വറ്റിച്ചു വാത്സല്യമെഴും യശോദ. കിടാവിനെ തന്നരികിൽ കിടത്തി പിടിച്ചുകൂട്ടി ദിവസേന രാത്രി സരാഗമോരോ കഥയും പറഞ്ഞു കൊടുത്തുറക്കുന്നു യശോദ ഭാഗ്യം. ഉടുപ്പഴിക്കും മുതുകത്തു കേറുമുടച്ചിടും ബാൽക്കലമെന്നു വേണ്ട, ഓട്ടിൻ പുറത്തോടുമിടയ്ക്കു ചാടൂമി കൃഷ്ണനെ കൊണ്ടു കുഴങ്ങിയല്ലോ. പുത്രന്റെ ഓരോ വികൃതി തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം കണ്ണൻ ചിരിച്ചങ്ങു വരുന്ന കണ്ടാലെല്ലാം മറക്കുന്നു യശോദ വേഗം. യശോദ എന്നുള്ള മിനുത്ത പേരിൽ കൊഴുത്തമൈ പൂണ്ടൊരു വിഷ്ണുഭക്തി കറുത്തൊരുണ്ണിക്കു കളിക്കുവാനായി കൊടുത്തുപോൽ പാരിടമുള്ളതെല്ലാം. ഇടയ്ക്കു തൂനെറ്റി, ഇടയ്ക്കു തൃക്കാലിടയ്ക്കു മാറിങ്ങനെ മാറി മാറി യശോദ പൊന്നുണ്ണിയെ ആർത്തിയോടെ തലോടി പുണ്യം പെരുകുന്ന കയ്യാൽ. വനത്തിൽ നിന്നോടി വരും മകന്റെ വിയർപ്പണി പൂങ്കവിളിൽ സരാഗം ഒരുമ്മ വച്ചിട്ടു സമാധിങ്കൽ മറിഞ്ഞു വീഴുന്നു യശോദ വേഗം. നേത്രേന്ദ്രിയം കൊണ്ടമൃതാസ്വദിക്കാം, ചർമ്മേന്ദ്രിയം കൊണ്ടറിയാം സുഗന്ധം. എന്നാ യശോദയ്ക്കു മനസ്സിലായി കണ്ണന്റെ മെയ് കണ്ടു പുണർന്ന നേരം. കലത്തിൽ നീന്തുന്നൊരു വെണ്ണ കിട്ടാൻ യശോദയായി കലഹിച്ചു കൃഷ്ണൻ. പയോധിയിൽ പൊന്തിയൊരമ്പിളിക്കായി വലാഹകം രാത്രിയൊടെന്ന പോലെ. കറന്നു പാൽ ഗോക്കളിൽ നിന്നെടുക്കും യശോദയെ പുൽകിയൊരുണ്ണി മിന്നി. നിലാവിനെ ജ്യോത്സ്നയിൽ നിന്നു മൂറ്റുമ സന്ധ്യയിൽ തങ്ങിയ കാറുപോലെ. യശോദയാൾ
പൈക്കറവിന്നിരുന്നാൽ കിടാവുടൻ വന്നു പുറത്തു പറ്റും. അഹർമുഖം പൊയ്ക വിടർത്തുവാനായി തുടങ്ങിടുമ്പോൾ ചെറുവണ്ടുപോലെ മഠായി നിർമ്മിപ്പതു ദൂരെ നിന്നു മണത്തറിഞ്ഞങ്ങുരമാമണാളൻ അണഞ്ഞു പൊന്നിൻ തളയിട്ട കാൽ കൊണ്ടണിഞ്ഞു മാർഗങ്ങൾ മഹാനസത്തിൽ. തിന്നാൻ കൊതിച്ചെന്നെ വിളിച്ചതെന്തിനാണെന്നു ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ, ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന ഗോപി ചൊൽകെ ഭഗവാൻ കരഞ്ഞു. കാൺമീലയോ ഗോപിക തന്മനോജ്ഞ പൊന്മേനിയിൽ കൺമിഴിപാതി മാത്രം ഉന്മീലനം ചെയ്തു കിടന്നുറങ്ങും ചിന്മാത്രമാമെൻ മുകിൽ വർണ്ണരൂപം. ഇമ്മട്ടു കാലാട്ടരുതോമനെ നിന്നമ്മാമനായുസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോടു പറഞ്ഞ നേരമെന്തോ നിനച്ചൊന്നു ചിരിച്ചു കൃഷ്ണൻ. കറുത്ത കാറൊന്നുയരുന്ന കണ്ടു യശോദയെന്തോ കരളിങ്കലോർത്തു. ഉടൻ മുലപ്പാലു ചുരന്നു വീണു നനഞ്ഞു തൻ കഞ്ചുകമീറനായി. മയ്യാർന്നിടും ദേവകി തൻ മനോജ്ഞമല്ലാക്ഷിയുഗ്മം മഴ പെയ്ത മുത്താൽ നിർമ്മിച്ചൊരീ നിർമ്മല നീലമയിൽ നിത്യസ്മിതം കാൺമതിനെന്തു ബന്ധം. പാലാഴിയാകും പ്രണയാംബുരാശിയാലോടനം ചെയ്കയതിങ്കൽ നിന്നും ഉദ്ഭൂതമായോരമൃതം നിറച്ച തങ്കക്കുടം ദേവകി നിന്റെ തങ്കം. നീരാട്ടിനായി സൂരജയിങ്കൽ വന്നാൽ തൃക്കയ്യൊല പെണ്ണയിൽ മുക്കി വേഗം ഒന്നാമതായി തൻ കുടവഡ്ഢിയിന്മേൽ പൂശി തുടങ്ങും ശിശുവെ തൊഴുന്നേൻ. പിന്നാലെ രാമൻ വടിയായടിക്കാൻ വരുന്ന കണ്ടോടി യശോദ തന്റെ ഉടുത്ത വസ്ത്രത്തിൽ ഒളിച്ചു രക്ഷപ്പെടുന്ന കൃഷ്ണൻ കുശലം തരട്ടെ. വ്രജത്തിലെല്ലാം ഒരു ലക്ഷ്മിയാകും യശോദ കാലത്തുണരുമ്പോഴേക്കും അമ്മയ്ക്കു തന്നെ കണി കാട്ടുവാനായി മാറത്തു കേറും മകനെ തൊഴുന്നേ. ബന്ധുക്കൾ ചോറൂണിനു കൊണ്ടുവന്ന പണ്ടങ്ങളെല്ലാം അണിയിക്കുവാനായി സ്ഥലം വപുസ്സിൽ തികയാതെ വന്ന യശോദ തൻ പൊന്മകനെ തൊഴുന്നേ. തൃക്കാലിലെ പൊൽത്തളയൂരി വച്ചാൽ താനച്ഛനോളം വലുതാകുമെന്നായി ഉൾക്കാമ്പിലോർത്തിട്ടതിനമ്മയോടു ശാഠ്യം പിടിക്കും ഭഗവാനു കൂപ്പാം. ഞാനച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടന്റെ പേരേ പറയുള്ളൂ. പിന്നെ ഇങ്ങോട്ടു വായോ ബലരാമ എന്നാലെന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ. ഈ വിഡ്ഢി എന്നായി ബലഭദ്രൻ കേൾക്കെ യശോദ നിന്നോടുര ചെയ്തുവെങ്കിൽ കേഴുന്നൊരെന്നൽപ്പരസക്കുടുക്കേ തൊഴുന്നു ഞാൻ നീലരസക്കുടുക്കേ. അമ്മിഞ്ഞയീമ്പുന്നതു നിന്നു തൃക്കണ്ണൊട്ടോട്ടടഞ്ഞങ്ങനെ അമ്മ തന്റെ കൈത്തണ്ട പറ്റി സുഖമായുറങ്ങും കൈവല്യനാഥൻ കൃപ ചെയ്തിടട്ടെ. പുലർച്ചയിൽ പൈക്കറവിന്നിരിക്കും യശോദയാൾ തൻ മുതുകത്തു പറ്റി വലത്തു കൈയിൽ ചെറുകിണ്ണമായി പാലിരന്നിടും കണ്ണനെ നണ്ണിടുന്നേ. കറന്ന ചൂടോടെയുടൻ നറുമ്പാൽ യശോദ പാത്രത്തിൽ നിറച്ചൊഴിക്കെ മുരാരിതൻ മുഗ്ധമുഖത്തു താനേ സ്ഫുരിച്ച പാൽ പുഞ്ചിരി നെഞ്ചിലോർക്കാം. പാൽ കാച്ചുവാനേതുമയച്ചിടാതെ
ഗോപാലക സ്ത്രീയുടെ മേനി പറ്റി പൊത്തിപ്പിടിച്ചങ്ങു പുറത്തു കേറും പൊയ്ത്താരിൽ മാതിൻ കണവൻ സഹായം. മഹേശ്വരൻ തൻ തിരുമുമ്പിൽ നിന്നു യശോദ മുന്നം മടികാട്ടിയപ്പോൾ മടിച്ചിടാതീശനവൾക്കെറിഞ്ഞു കൊടുത്തൊരോണപ്പുടവയ്ക്കു കൂപ്പാം. കയ്യും മടക്കിയിട്ടതിനുള്ളിൽ എന്തെന്നാരോമൽ ചോദിച്ചു യശോദയോടായി. സർവേശ്വരൻ തൻ കരതാരിലുള്ളതെന്തൊക്കെയെന്നെങ്ങനെ അമ്മ ചൊല്ലും. ബ്രഹ്മാണ്ഡ ഭണ്ഡാരമതിങ്കൽ വയ്ക്കാൻ വിശ്വാസമില്ലാത്തൊരു നീലരത്നം യശോദ തൻ ദുർബലമായ കയ്യിലേൽപ്പിച്ച ദൈവത്തിനു കൂപ്പിടുന്നേ. അപ്പം തരാം, വെണ്ണ തരാം, കുറുക്കി പഞ്ചാര ചേർത്തിടിന പാൽ തരാം ഞാൻ. ഇങ്ങോടി വന്ന് മടിയിൽ കരേറൂ കാർവർണ നിൻ പൂവുടലൊന്നു പുൽകാൻ. ഇങ്ങോടി വന്നെൻ മടിയിൽ കരേറൂ കാർവർണ നിൻ പൂവുടലൊന്നു പുൽകാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 911 ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ യശോദാ ശിശു എന്ന അതിമനോഹരമായ നമ്മുടെ ഉള്ളിൽ ആ ശ്രീകൃഷ്ണ അനുഭവം സാധ്യമാക്കുന്ന വരികളാണ് പാടി സമർപ്പിക്കാൻ ഭഗവാൻ അവസരം തന്നത്. ദ്വാദശ സ്കന്ധം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നു. ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസനയിൽ ഇന്ന് ദ്വാദശ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ഭൂമിദേവി പറയുന്ന വാക്കുകൾ രാജ്യത്തെ ആഗ്രഹിക്കുന്ന ദോഷമധികരിച്ചിരിക്കുന്ന കലിയുഗത്തിൽ ഭഗവത് ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ, ശ്രീഹരി ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഈ ദോഷത്തെ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഭൂമിദേവി പറയുകയാണ്. അതിലാദ്യത്തെ 4 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അപ്പം ഇവിടെ സമുദ്രാവരണാം ജിത്വാ മാം വിശന്തി അബ്ധിമോജസ കിയദാത്മജയസ്യൈതൻ മുക്തിരാത്മജയേ ഫലം. സമുദ്രാവരണാം മാം, സമുദ്രമാകുന്ന ആച്ഛാദനത്തോടു കൂടിയ എന്നെ ഭൂമിദേവി പറയുകയാണ്. ജിത്വ, ജയിച്ചിട്ട്, ഓജസ അബ്ധിം വിശന്തി, ബലം കൊണ്ട് സമുദ്രത്തിലേക്ക് കടക്കുന്നു. ഏതത്, ഇത് ആത്മജയസ്യ കിയൽ, ആത്മജയത്തിൻ്റെ എന്തുമാത്രം ആത്മജയത്തിൽ ഫലം മുക്തി. എന്തായത് മനസ്സിലാക്കേണ്ടത്? സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഭൂമി, അല്ലേ? അങ്ങനെ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന എന്നെ സ്വാധീനപ്പെടുത്തിയാലും തൃപ്തിയാകാതെ അവരുടെ ബലത്തെ ആശ്രയിച്ച് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുള്ള ദ്വീപുകൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നു. ഇങ്ങനെ അത്യധ്വാനം കൊണ്ട് സപ്തദ്വീപുകളോട് കൂടിയ എന്നെ, സപ്തദ്വീപുകൾ ഭൂമി, ആ ഭൂമിയെ സ്വാധീനപ്പെടുത്തിയാൽ തന്നെ
എന്തു ഫലം കിട്ടുന്നു എന്നാണ്, എത്രയോ തുച്ഛമാണെന്നാണ്. കാരണം ശരീരം ക്ഷണഭങ്കുരമാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുമിള പോലെയാണ്. അതുകൊണ്ട് ഇതൊക്കെ നേടിയെടുത്തിട്ടും അവിടെ കഴിയാൻ സാധിക്കുമോ എന്നറിയില്ല. വളരെ കാലം രാജ്യഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല, ജരാനരകൾ ബാധിക്കും, മരിച്ചു പോവും. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയ മനസ്സിനെ ജയിക്കാൻ സാധിച്ചാൽ ഈ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാൻ സാധിക്കും. പരമാനന്ദാനുഭവം എന്ന ആ ഈശ്വര ചിന്തയിലേക്ക്, പരമഭക്തിയിലേക്ക്, മുക്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അല്ലാതെ സപ്തസാഗരങ്ങളെ ജയിച്ചുകൊണ്ടൊന്നും അത് ഈ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാൻ സാധിക്കില്ല. യാം വിസൃജ്യൈവ മനവസ്തസുതാശ്ച കുരുദ്വഹ യഥാ ഇഗതാ യഥാഗതം യുദ്ധേ താം മാം ജേഷ്യന്ത്യബുദ്ധയാ. കുരുദ്വഹ, ഹേ പരീക്ഷിത്തെ, കുരുകുലത്തിലെ ശ്രേഷ്ഠനായിരിക്കുന്ന രാജാവേ, മനവഹ മനുക്കളും, തൽസുത മനുക്കളുടെ കുട്ടികളും അവൻ്റെ മക്കളും, താം വിസൃജ്യ ഏവ ഏതിനെ ഉപേക്ഷിച്ചിട്ടാണോ, യഥാഗതം ഗത ഇങ്ങോട്ട് വന്നതുപോലെ, ആഗതം ഗത ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോയത്, താം മാം ആ എന്നെ, യുദ്ധേ അബുദ്ധയ ജേഷ്യന്തി യുദ്ധത്തിൽ ബുദ്ധിയില്ലാത്ത ആളുകൾ ജയിക്കാൻ ആഗ്രഹിക്കണു. അങ്ങ് ഭൂമിദേവിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ശിശുബ്രഹ്മർഷി പറയുകയാണ്, മനുക്കളും മനുപുത്രന്മാരും അവരുടെ മക്കളും ഒന്നും ഇപ്പോൾ ഇല്ല അല്ലെ, ഏതൊന്നിനെ ഉപേക്ഷിച്ചിട്ടാണോ വന്നതുപോലെ തിരിച്ചുപോയത്, ആ എന്നെ വിചാരശക്തിയില്ലാത്ത, വിവേകബുദ്ധിയില്ലാത്ത ആളുകൾ, രാജാക്കന്മാര് യുദ്ധത്തിൽ ജയിച്ച് തൻ്റെ വശത്താക്കാൻ ആഗ്രഹിക്കണു. യുദ്ധത്തിലുള്ള ഈ ജയം തന്നെ നിശ്ചിതമല്ല. വലിയ പ്രയാസത്തിൽ ജയിച്ചാൽ തന്നെ ഈ നശ്വരമായ ശരീരം കൊണ്ട് എത്ര കാലം എന്നെ നിങ്ങൾക്ക് സ്വാധീനത്തിൽ വെക്കാൻ സാധിക്കും? കാരണം എപ്പോൾ വേണമെങ്കിലും, അതിന് യാതൊരു മുൻകൂട്ടിയുള്ള പ്രവചനവും സാധ്യമല്ല. പ്രവചനം ചിലപ്പോൾ സാധ്യമാവും, അതുപോലെ നടക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സുഖിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നേടിയെടുത്തിട്ട് കുറച്ചൊന്ന് ചിന്തിച്ചാൽ അകാല മരണത്തോട് പോലും ഇടവരുന്ന തരത്തിലാണ്. അപ്പം അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട് എന്നെ ജയിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, ഉള്ളിലുള്ള ആ ഷഡ്രിപുക്കളെ ജയിക്കാൻ സാധിക്കുകയാണ് വേണ്ടത്. മൽകൃതേ പിതൃപുത്രാണാം ഭ്രാതॄണാം ചാപി വിഗ്രഹ ജായത്തെ ഹ്യസതാം രാജ്യേ മമതാബദ്ധചേതസാം. രാജ്യേ മമതാബദ്ധചേതസാം, ഈ രാജ്യത്തിൽ മമതയെ ഉറപ്പിക്കുന്ന മനസ്സോടുകൂടിയ, ചേതസ്സോടുകൂടിയവരും, അസതാം സത്തുക്കളല്ലാത്തവരുമായ, പിതൃപുത്രാണാം അച്ഛന്മാർക്കും മക്കൾക്കും, ഭ്രാതൃണാം സഹോദരങ്ങൾക്കും തമ്മിൽ മൽകൃതേ വിഗ്രഹ അപി ജായത്തെ, എന്നെ ചൊല്ലി, വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്, യുദ്ധം പോലും ഉണ്ടാവുന്നതാണ്. രാജ്യം എൻ്റേതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന അസത്തുക്കളായിട്ടുള്ള ആളുകൾ, അതിൽ അച്ഛനുണ്ടാവാം, മക്കളുണ്ടാവാം, സഹോദരന്മാരുണ്ടാവാം, ഇല്ലേ? ഇവരൊക്കെ, ഇവർ തമ്മിൽ പോലും, അച്ഛനും മകനും തമ്മിൽ, ഏട്ടനും അനിയനും തമ്മിൽ ഇങ്ങനെയൊക്കെ യുദ്ധമുണ്ടാവണം. കാരണം എന്താ? ഞാനുമായി മൽകൃത്തെ, എന്നെ ചൊല്ലിയാണ് ഈ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. മമൈവേയം മഹീകൃഷ്ണ നതേ മൂഢേതി വാദിന സ്പർദ്ധമാന മിഥോ ഘ്നന്തി മ്രിയന്തേ മൽകൃതേ നൃപ. മൂഢ, എടോ മൂഢ എന്ന് പറയുകയാണ്. ഈ രാജാക്കന്മാർ തമ്മിൽ പറയുന്നതായിട്ടാണ് ഇവിടെ. ഇയം കൃഷ്ണാമഹി, ഈ സമസ്ത ഭൂമിയും മമ ഏവ എൻ്റേതാണ് എന്നാണ്. നതേ ഇതിവാദിന, നിന്റേതല്ല എന്ന് വാദിക്കുന്നവര്, സ്പർദ്ധമാന സ്പർദ്ധിക്കുന്നവര്, അങ്ങനെയുള്ള നൃപാഹ നൃപന്മാർ, മിഥഹ ഘ്നന്തി അന്യോന്യം ലഹള കൂട്ടണു,
മൽകൃതേ മ്രിയന്തെ, എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നു. മൽകൃതേ വിഗ്രഹ അപി എന്ന് ആദ്യം പറഞ്ഞു, എന്നെ ചൊല്ലി യുദ്ധമുണ്ടാവുന്നു. ഇപ്പൊ പറയാണ് മൽകൃതേ മ്രിയന്തെ, എനിക്ക് വേണ്ടി മരിക്കുന്നു, ഈ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. മമത, മനുഷ്യന്റെ മമതയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പറയാ, വിഡ്ഢി മൂഢ, നീ ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? ഈ സമസ്ത ഭൂമിയും എൻ്റേതാണ്, നിനക്കല്ല എന്ന് പറയുകയല്ല, എന്നെ സ്വാധീനപ്പെടുത്താൻ വേണ്ടി പരസ്പരം സ്പർദ്ധിക്കുകയും രാജാക്കന്മാർ അന്യോന്യം യുദ്ധം ചെയ്യുകയും അവസാനം പരസ്പരം ഏറ്റുമുട്ടി മരിച്ചു വീഴുകയും ചെയ്യണു. ചിലപ്പോൾ ഒരാൾ മരിക്കും, ചിലപ്പോൾ രണ്ടാളും മരിച്ചുപോയി എന്ന് വരാം അല്ലേ. ആ കഠിനമായ യുദ്ധത്തിൽ മാരകമായി പരിക്കേറ്റു, എന്നിട്ടും യുദ്ധം ചെയ്ത് മറ്റാളെ വെട്ടിക്കൊന്നു. മാരകമായി പരിക്കേറ്റ ആള് കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെയും ആ ജീവിതം നഷ്ടപ്പെട്ടു. അപ്പം ഈ രീതിയിൽ രാജാക്കന്മാരുടെ കാര്യം ഭൂമിദേവി പറയുകയാണ്. തന്നെ ചൊല്ലി ഈ രാജാക്കന്മാര് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ആ ശ്ലോകത്തോടുകൂടി, 8ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ ഈ ഇത്തരത്തിലുള്ള രാജാക്കന്മാര്, ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ രാജാക്കന്മാരുടെ വലിയൊരു നീണ്ട നിര പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് അവരൊന്നും ഇപ്പം ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുക കൂടിയാണ്. അതുകൊണ്ട് നശ്വരമായ ഈ ലോകത്തിൽ അനശ്വരമായ ഭഗവത് ഭജനമാണ്, ഭഗവത് ഭക്തിയാണ്. ആ അനശ്വരമായ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് ഭാഗവതം ഈ രംഗങ്ങളിലൂടെയൊക്കെ. അതൊക്കെ കൂടുതൽ കൂടുതൽ കേൾക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.